സിയോൺ ക്ലാസിക്സ് TV ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് TVയിലേക്ക് സ്വാഗതം. ക്രിസ്തുവിനെ പ്രതി ജീവത്യാഗം ചെയ്ത രക്തസാക്ഷികളെ സ്മരിച്ച് പാപ്പയുടെ മാർച്ച് മാസത്തെ നിയോഗം. വത്തിക്കാൻ സിറ്റി. ലോകമെമ്പാടും സുവിശേഷത്തിനായി ജീവത്യാഗം ചെയ്യുന്ന രക്തസാക്ഷികളെ സ്മരിച്ച് ഫ്രാൻസിസ് പാപ്പയുടെ മാർച്ച് മാസത്തെ പ്രാർത്ഥനാ നിയോഗം. മാർച്ച് മാസത്തിലെ ഫ്രാൻസിസ് പാപ്പയുടെ പ്രാർത്ഥനാ നിയോഗം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ കഴിഞ്ഞ ദിവസമാണ് വത്തിക്കാൻ പുറത്തുവിട്ടത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷ പ്രഘോഷണത്തിനായി ജീവത്യാഗം ചെയ്യുന്ന ആളുകളുടെ ധൈര്യവും പ്രേക്ഷിത തീക്ഷ്ണതയും സഭയ്ക്ക് പ്രചോദനമായി തീരുവാനും ആഹ്വാനം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുവാനുള്ള ആഹ്വാനവുമായാണ് പാപ്പയുടെ വീഡിയോ. ഗ്രീക്ക് ദ്വീപായ ലെസ്ബോസിൽ അഭയാർത്ഥി കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്ന അവസരത്തിൽ തനിക്കുണ്ടായ ഒരു അനുഭവം പറഞ്ഞുകൊണ്ടാണ് പാപ്പ തന്റെ സന്ദേശം ആരംഭിക്കുന്നത്. അഭയാർത്ഥിയായി എത്തിയ ഇസ്ലാം മതവിശ്വാസിയായ ഒരു വ്യക്തി ക്രൈസ്തവ വിശ്വാസിയായ തൻ്റെ ഭാര്യയെപ്പറ്റി പരാമർശിച്ച് വിശ്വാസത്തിൻ്റെ സാക്ഷിയാണ് പാപ്പ പറഞ്ഞത്. അന്യമതസ്ഥരെ ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടി തീവ്രവാദികൾ തങ്ങളുടെ ദേശത്തെത്തിയപ്പോൾ തൻ്റെ ഭാര്യയുടെ കഴുത്തിൽ കിടന്നിരുന്ന ക്രൂശിത രൂപം നിലത്തെറിയുവാൻ ആവശ്യപ്പെട്ടുവെങ്കിലും അവൾ അത് ചെയ്തില്ല. ഇതിൽ കലിപൂണ്ട തീവ്രവാദികൾ തൻ്റെ ഭാര്യയെ തൻ്റെ കൺമുൻപിൽ വെച്ച് തന്നെ കഴുത്തു മുറിച്ച് കൊലപ്പെടുത്തി. ഈ അനുഭവം ഇന്നത്തെ സഭയുടെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തുന്നുവെന്നും അറിയപ്പെടാതെ പോകുന്ന വിശ്വാസത്തിൻ്റെ സാക്ഷ്യമാണിതെന്നും പാപ്പ ആമുഖമായി പറഞ്ഞു. എനിക്കറിയാം, അവൻ അവരോട് യാതൊരു പകയും തോന്നിക്കാണില്ല. കാരണം തൻ്റെ ഭാര്യയുടെ സ്നേഹത്തിൻ്റെ മാതൃക അതിനോടകം അവനെ കീഴടക്കിയിരുന്നു. മരണം വരെ ക്രിസ്തുവിനോട് വിശ്വസ്തയായി ജീവിച്ചുകൊണ്ട് അവനെ സ്നേഹിച്ച ജീവിതസാക്ഷ്യം. ഇന്നും നമുക്കിടയിൽ രക്തസാക്ഷിത്വം വരിക്കുന്നവരുടെ ജീവിതസാക്ഷ്യങ്ങൾ നാം ശരിയായി പാതയിലാണ് സഞ്ചരിക്കുന്നതെന്നതിന് തെളിവാണിത്. ക്രിസ്തീയതയുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ രക്തസാക്ഷികൾ ഇന്നുണ്ട്. രക്തസാക്ഷികളുടെ ധൈര്യം, രക്തസാക്ഷികളുടെ സാക്ഷ്യം എല്ലാവർക്കും അനുഗ്രഹമാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷ പ്രഘോഷണത്തിനായി ജീവൻ പോലും ത്യാഗം ചെയ്യുന്ന ആളുകളുടെ ധൈര്യവും പ്രേക്ഷിത തീക്ഷ്ണതയും സഭയ്ക്ക് പ്രചോദനമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാമെന്നും പാപ്പ പറഞ്ഞു. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.